നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം പഠനയാത്ര എന്നതിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ പഠിക്കുമ്പോൾ വിനോദയാത്രയൊക്കെ ചെയ്യണമെന്ന്. അതിപ്പോൾ കുട്ടികൾക്കായാലും ഉണ്ടാവും. എന്തിനാണ് ഇത് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ വിനോദത്തിനാണ്, കൂടുതൽ സന്തോഷമൊക്കെ കിട്ടാൻ. പക്ഷേ നേരെ തിരിച്ച് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഈ യാത്ര കൊണ്ട് പഠിക്കാൻ പറ്റുമോ അതൊക്കെയാണ് നോക്കുന്നത്. എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, യാത്രയുടെ പേരെന്തായാലും കുഴപ്പമില്ല. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും വിനോദവും സന്തോഷവും എല്ലാം ലഭിക്കണം. അതിനാണ് നമ്മൾ ഈ വിനോദത്തിനൊക്കെ യാത്രയൊക്കെ പോകുന്നത്. അപ്പോൾ പിന്നെ അതുകൂടാതെ നമുക്കായാലും ഇപ്പോൾ മുതിർന്നവർക്കായാലും യാത്ര ചെയ്യാൻ വളരെയേറെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് പിന്നെ കുട്ടികളെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ ഈ വിദ്യാലയങ്ങളിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് കൂടുതലും പഠിക്കേണ്ട കാര്യത്തിനാണ് എന്നാണ് എൻ്റെ നിലപാട്. പിന്നെ നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പണ്ട് മുതലേയുള്ള ആൾക്കാർക്കും യാത്ര ചെയ്യാൻ വളരെയേറെ ഇഷ്ടം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവർ എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ച് ഈ ലീവൊക്കെ കിട്ടുമ്പോൾ ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള കുറേ ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ യാത്ര ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കൂടുതൽ വിനോദം ലഭിക്കാനും കൂടുതൽ സന്തോഷപ്പെടാനൊക്കെ. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കാൻ സാധിക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കാലിൽ എഴഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങൾ വരെ, മുതിർന്നവർ പുറത്തു പോകുമ്പോൾ അവർ അടിയൊക്കെ കാണാറുണ്ടല്ലോ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോകത്തിന് അതായത് പുറത്തേക്ക് ഇറങ്ങാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന, ലോകമാവുന്ന പുസ്തകത്തിൻ്റെ ഒരു താള് പോലും വായിക്കാത്തവർ എന്ന നിലപാട് വായിച്ചിട്ടാണോ അവരുള്ളത്? അല്ലല്ലോ. ആർക്കാരും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ അത്ര താല്പര്യം ഉണ്ടാകില്ല. എല്ലാവർക്കും പുറത്തേക്കൊക്കെ പോയി കുറച്ചൊക്കെ വിനോദമാവാനും കുറച്ചൊക്കെ സന്തോഷപ്പെടാനാണ് എല്ലാവരും തന്നെ താല്പര്യപ്പെടുന്നത്. പിന്നെ നമ്മൾ ഈ വിനോദത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് പോകുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ ചെയ്യണം എല്ലാത്തിൻ്റെയും ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തു വെക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ചിട്ടയായ രീതിയിൽ വേണം നമ്മൾ പോകാൻ. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാം നമ്മൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ അത് വിജയകരമായുള്ളൊരു യാത്രയാവുകയുള്ളൂ. പക്ഷേ ഇത് മാത്രം പ്ലാൻ ചെയ്താൽ പോരല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലവും നമ്മൾ എത്ര സമയത്ത് എത്തുന്നു സമയവും പിന്നെ വണ്ടിയൊക്കെ നേരത്തെ ആക്കി വെക്കണം, അതെല്ലാം ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതും മാത്രം പോരല്ലോ. നമ്മൾ ഇപ്പോൾ കൂട്ടത്തോടെ പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അവിടെ എന്തൊക്കെ പഠിക്കാനുണ്ട്, എത്ര സമയം നമ്മളവിടെ ചെലവഴിക്കുന്നു, അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നെ ഇതെല്ലാം നമ്മളെ കൂടെ വരുന്ന ആൾക്കാരോട് പറയണം. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും എഴുതാൻ വേണ്ടി പേപ്പറോ പേനയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ കയ്യും വീശി പോയിട്ട് എന്ത് കാര്യം? നമ്മുടെ ഭാവിയിലേക്കൊന്നും അത് കിട്ടുന്നില്ല. നമ്മളപ്പോൾ എന്തെങ്കിലും പേനയോ പേപ്പറോ എന്തെങ്കിലും എടുത്ത് നമ്മൾ കണ്ടതും അതെല്ലാം എഴുതി വെച്ച് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് പിന്നെ അതെടുത്ത് വായിക്കാനും വളരെ സന്തോഷപ്പെടാനും സാധിക്കുന്നു. അത് പിന്നീട് ഭാവിയിലേക്ക് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ തന്നെ പോകണം. ഇപ്പോൾ ചുമ്മാ എങ്ങനെയെങ്കിലും കുറേ സ്ഥലങ്ങൾ കുറച്ച് സമയം കണ്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ അറിയാൻ സാധിക്കുമോ, അതുകൂടാതെ നമുക്ക് എന്തൊക്കെ അതിനെപ്പറ്റി സംശയങ്ങളുണ്ടോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. അല്ലാതെ എങ്ങനെയെങ്കിലും പോയി കുറേ സ്ഥലങ്ങൾ കുറച്ച് സമയം കൊണ്ട് കണ്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് നന്ദി.